ഹലോ മർഹബൻ യാ തുലാബി ഇലാ ഫസ്ലും ജദീദ്. മക്കളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മദാ ഫഹിംന ഫിൽ ഫസ്ലിൽ മാദി. കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ടീച്ചർ വന്നിട്ട് സ്വാതന്ത്ര്യദിനത്തിന് കുറേ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? എന്തൊക്കെ ബറാമിജി യൗമുൽ ഇസ്തിഖ്ലാൽ ഏതൊക്കെയായിരുന്നു? ഓർമ്മയില്ലേ അല്ലേ? തംസീല് ഏതൊക്കെയാ പറഞ്ഞത്? ഓർമ്മയില്ലേ? ഒന്ന് ഇഅ്ദാദുൽ അലം, ഇഅ്ദാദുൽ മജല്ല, തംസീല്, ഇൻഷാദ്. ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്കതില് നമ്മുടെ ടീച്ചർ ഫാത്തിമ ടീച്ചർ പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നു അല്ലെ? അപ്പൊ അതില് എന്താണ് നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ആരായിരുന്നു? സൽമാൻ ജുന്തിയാകും ഓരോരുത്തർ തംസീൽ നടത്തുമെന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെ അവരൊരു പാട്ടൊക്കെ പാടി ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഈ ഐനും ആയും ഒഹായും അതിന്റെ അക്ഷരങ്ങളൊക്കെ മക്കൾ എഴുതിയില്ലേ? നമ്മൾ ഇനി അടുത്ത ക്ലാസ് നമ്മുടെ ഫാത്തിമ ടീച്ചർ നേരത്തെ കുറെ പ്രവർത്തനങ്ങൾ പറഞ്ഞു അല്ലെ? അതിൽ ഒരെണ്ണമായിരുന്നു ഈ ഇഅ്ദാദുൽ മജല്ല. എന്താ ഈ ഇഅ്ദാദുൽ മജല്ല? മാഗസിൻ ശരിയാക്കല് അല്ലെ? മാഗസിൻ ഉണ്ടാക്കല്. അപ്പൊ നമ്മുടെ ടീച്ചർ പിറ്റേ ദിവസം വന്നിട്ട് കുട്ടികളോട് പറയുന്നത്, അത്തുഫാലി, എന്താ പറയുന്നേ? അത്തുഫാലി അത്തുഫാലി അൽ ആൻ നുഇദ്ദുൽ മജല്ല. അത്തുഫാലി അൽ ആൻ നുഇദ്ദുൽ മജല്ല. കുട്ടികളെ, ഹൈ സ്റ്റുഡൻസ്, ഹയ്യ നുഇദ്ദുൽ മജല്ല. നമുക്കിഞ്ഞൊരു മജല്ല തയ്യാറാക്കാം അല്ലെ? മജല്ലയിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുക? മജല്ലയിൽ നമ്മൾ എന്തൊക്കെ എഴുതും? കഥ എഴുതും അല്ലെ? കുറിപ്പുകൾ എഴുതും, അതുപോലെ ബയോഡാറ്റകൾ എഴുതും അല്ലെ? അപ്പൊ സ്വാതന്ത്ര്യദിനത്തെ കുറിച്ചല്ലേ നമ്മുടെ ഈ മജല്ല. നമ്മുടെ ഈ മജല്ലയുടെ പേരെന്താ നോക്കൂ? വതനി. വതൻ മതാ? വതനി അൽ ഹിന്ദ്. അൽ ഹിന്ദ് വതനി. ഇന്ത്യ എന്റെ നാടാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ താഹുദ് പ്രതിജ്ഞ ചെല്ലുമ്പോ. അപ്പൊ നമ്മുടെ മജല്ലയുടെ പേരെന്താ? വതനി. വതനി എന്റെ നാട്. അൽ മജല്ലത്തുൽ അറബിയ, അറബിക് മാഗസിനാണ് അല്ലെ? ഏത് ക്ലാസ്സുകാരുടെയാ? അസഫുസാനി, 2ാം ക്ലാസ്സുകാരുടെ മജല്ലയാണ്. അപ്പൊ നമുക്ക് മജല്ലയിൽ ചേർക്കാൻ വേണ്ടി നമുക്കൊരു പ്രവർത്തനം ചെയ്താലോ? എന്ത് പ്രവർത്തനാണ്? നമുക്ക് നമ്മുടെ കുറെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ബയോഡാറ്റ തയ്യാറാക്കാം. ആരൊക്കെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികള്? ആരൊക്കെയാണെന്ന് അറിയില്ല മക്കളെ? സാറുപുറ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. മക്കള് കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാം നമുക്ക് കേട്ടോ. ഇത് നോക്കിയേ. മൻഹാദ ഹാദ മഹാത്മാ ഗാന്ധി. വമൻഹാദ ഹാദ ഷാഷാജി അൽ മുസമ്മ ഷാഷാജി. ഹുവ ജവഹർലാൽ നെഹ്റു അല്ലെ? വഹാദ ഭഗത് സിംഗ്, ലാൽ ബഹദൂർ ശാസ്ത്രി, സുമമൻ സർദാർ വല്ലഭായ് പട്ടേൽ, ലാലാ ലജ്പത് റായ്, മംഗൾ പാണ്ഡെ, റാണി ലക്ഷ്മിഭായ്, സുഭാഷ് ചന്ദ്രബോസ്, സുഖ്ദേവ്. ഇങ്ങനെ കുറെ ആളുകളുണ്ട് അല്ലെ? നമുക്കിവിടെ ഇവരെ കുറിച്ച് നമുക്ക് ബയോഡാറ്റ തയ്യാറാക്കിയാലോ അല്ലെ? ആരാണവര്? അവർ ലീഡേഴ്സ്, നമ്മുടെ ലീഡേഴ്സ് ആണ് അല്ലെ? ഇവര് സ്വാതന്ത്ര്യ സമരത്തിലെ നേതാക്കളാണ്. അവരുടെ പേരെന്താ? ഒരാളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹുവ മഹാത്മാഗാന്ധി. മൻഹുവ. ഇതുപോലെ മക്കൾ ചിത്രം വരച്ചിട്ട് നോട്ടില് അദ്ദേഹത്തിന് നല്ലൊരു പടമൊക്കെ ഒട്ടിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് അൽ ഇസ്മ, മാഹുവൽ ഇസ്മ, മഹാത്മാഗാന്ധി. എന്താണ് പേര്? മഹാത്മാഗാന്ധി. സുമമൻ ഇസ്മുൽ വാലിദ്. ഇസ്മുൽ വാലിദ്, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്. ഇസ്മുൽ വാലിദ് കരംചന്ദ് ഗാന്ധി. കരംചന്ദ് ഗാന്ധി അല്ലെ? സുമ ഇസ്മുൽ വാലിദ. ഇസ്മുൽ വാലിദ മദർ നെയിം, അമ്മയുടെ പേര് മതാ പുത്ലിബായ്. ആരാണ്? പുത്ലിബായ്. സുമമൻ
അതെ, യൗമുൽ മീലാദ്, അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഹാപ്പി ബർത്ത്ഡേ എപ്പോഴാണ്? അസാനി ഒക്ടോബർ. അസാനി ഒക്ടോബർ, ഒക്ടോബർ 2-നാണ് അല്ലേ? ഇതുപോലെ വേറൊരു നേതാവിന്റെ മക്കൾക്ക് എഴുതാൻ കഴിയുമോ? എഴുതാൻ കഴിയോ? വേറെ ആരുടെയെങ്കിലും ഒരാളുടെ എഴുതി നോക്കണം കേട്ടോ. ഇവിടെ ഒരാളുടെയും കൂടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ അറിയില്ലേ? ഹുവ ജവഹർലാൽ നെഹ്റു. ഹുവ ജവഹർലാൽ നെഹ്റു. ഹുവ റഈസുൽ വുസറാ ലിൽ ഹിന്ദ് അസ്സാബിഖ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് കേട്ടോ. അലിസ്മ, അദ്ദേഹത്തിന്റെ പേരെന്താ? ജവഹർലാൽ നെഹ്റു അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ബയോഡാറ്റ തയ്യാറാക്കുക. എന്താ ബയോഡാറ്റ? നമ്മളെ കുറിച്ചുള്ള വിവരങ്ങളെ, നമ്മൾ ആരാണ്, നമ്മുടെ അച്ഛന്റെ പേരെന്താണ്, നമ്മുടെ അമ്മയുടെ പേരെന്താണ്, ഉമ്മയുടെ പേരെന്താണെന്നൊക്കെ എഴുതാം. ഇസ്മുൽ വാലിദ, അതല്ലല്ലോ, ഇസ്മുൽ വാലിദ്, നെയിം ഓഫ് ഫാദർ മോത്തിലാൽ നെഹ്റു. മൻ ഹുവ? ഹുവ മോത്തിലാൽ നെഹ്റു. ഇസ്മുൽ വാലിദത്ത് എന്താണ്? ഇസ്മുൽ വാലിദത്ത് നെയിം ഓഫ് മദർ സ്വരൂപ് റാണി. സൗരഭ് റാണി. സൗരഭ് റാണി. മതാ ഉലിദ, അദ്ദേഹം എപ്പോഴാണ് ജനിച്ചത്? എപ്പോഴാണ് ജനിച്ചത്? നവംബർ 14. നവംബർ 14 അല്ലേ? അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ബയോഡാറ്റ അൽ ബയാനുദ്ദാത്തി. ഇപ്പോ 2 ബയാനുദ്ദാത്തിയാ നമ്മളിപ്പോ പഠിച്ചത്. ഒന്നിത് അല്ലേ, ബയാനുദ്ദാത്തി. പിന്നെ ഏതാണ്? ഇതും ഒരു ബയാനുദ്ദാത്തിയാണ് അല്ലേ? ഏത് മുഴുവൻ? ഇത് മുഴുവൻ ഒരു ബയാനുദ്ദാത്തിയാണ്, പ്രൊഫൈലാണ്. ഇനി നമുക്ക് നമ്മുടെ എഴുതണം. നിങ്ങൾ എല്ലാവരും എഴുതും. എങ്ങനെ എഴുതണം? അലിസ്മ, ഇവിടെ നിങ്ങൾ പേര് കൊടുക്കണം. നിങ്ങളുടെ പേര് എഴുതില്ലേ? അറബിയിൽ എഴുതാൻ പേരെഴുതാൻ അറിയുമല്ലോ മക്കൾക്ക്. പിന്നെ ഇസ്മുൽ വാലിദ്, നിങ്ങളുടെ അച്ഛന്റെ അല്ലെങ്കിൽ വാപ്പയുടെ പേര് എഴുതണം. സുമ്മ ഇസ്മുൽ വാലിദ, ആരാണ്? അമ്മയുടെ പേര് എഴുതണം. ഉമ്മയുടെ പേര് എഴുതണം. യൗമുൽ മീല, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം. ഏതുപോലെ? ഇതുപോലെ 14 നവംബർ ആണെങ്കിൽ 1 നവംബർ ആണെങ്കിൽ 1 നവംബർ. യനായർ, യനായർ ഫെബ്രുവരി. മാസം എഴുതാറിയില്ലേ? മാസം സാറ് കാണിച്ചു തരാം. ഇതുകൊണ്ട് മക്കളെ വേണ്ട, യനായർ, യനായർ എന്നാ വായിക്കത്. ഫെബ്രുവരി, മാർച്ച്, ഇതിന്റെ മുകളിൽ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്, മാർച്ച്. എബ്രിൽ, മായു, യൂനിയു, യൂലിയു, ഏതാ? ജൂലൈ. ഓഗസ്തുസ്, ഓഗസ്റ്റ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ? അപ്പോ 12 മാസത്തിന്റെ ഈ പേര് അറബിയിൽ എഴുതണം. അപ്പോ 1 മാർച്ച് ആണെങ്കിൽ ഇവിടെ 1 ഇടുക, മാർസ് അല്ലേ? 10 ആണെങ്കിൽ 10 ഇടുക, മാർസ്. അങ്ങനെ നമ്മുടെ ബയാനുസാത്തി മക്കളെ പൂരിപ്പിക്കണം. ചെയ്യില്ലേ? ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മുടെ എന്ത് ചെയ്തു? മജല്ലയിൽ ബയാനുസാത്തി ഉണ്ടാക്കി അല്ലെ? ഇനി നമുക്ക് നമ്മുടെ മജല്ലയിൽ ഒരു പാട്ട്, മജല്ലയിൽ ഒരു പാട്ട് കൊടുക്കാം. ആ പാട്ടും നമുക്ക് പാടാം അല്ലെ? എന്താ പാട്ടിന്റെ പേര്? അലമുൽ ഹിന്ദ്. അലം, ഫ്ലാഗ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഫ്ലാഗ് ആണ് അല്ലെ? ഇങ്ങനെ പാടാം. അലമി അലമി അലമുൽ ഹിന്ദ്, അലമുൽ ഫർഹി അലമുൽ മറഹ്. ഇങ്ങനെ പാടണം മക്കളെ, കൂടെ പാടണം കേട്ടോ. അലമി അലമി അലമുൽ ഹിന്ദ്, അലമുൽ ഫർഹി അലമുൽ മറഹ്. എങ്ങനെ പാടാം? ഒന്ന് പാടാം. അലമി അലമി അലമുൽ ഹിന്ദ്, അലമുൽ ഫർഹി അലമുൽ മറഹ്. അലമി അലമി അലമുൽ ബലദ്, അലമുൽ വഅദി അലമുസ് സഅദ്. അലമി അലമി അലമുൽ വതൻ, അലമുൽ ഫൗസി അലമുൽ ഫഖർ. അലം അല്ലേ? ഫ്ലാഗ്. പാടാം, ഒന്നുകൂടി പാടാം. അലമി അലമി അലമുൽ ഹിന്ദ്, അലമുൽ ഫർഹി അലമുൽ മറഹ്. അലമി അലമി അലമുൽ ബലദ്, അലമുൽ വഅദി അലമുസ് സഅദ്. അലമി അലമി അലമുൽ വതൻ, അലമുൽ ഫൗസി അലമുൽ ഫഖർ. ഇങ്ങനെ പാടണം അല്ലേ? അലമി അലമി അലമുൽ ഹിന്ദ്, അലമുൽ ഫർഹി അലമുൽ മറഹ്.
അലമി അലമി അലമുൽ ബലദ് അലമുൽ വഅദി അലമുൽ സഅദ് അലമി അലമി അലമുൽ വതൻ അലമുൽ ഫൗസി അലമുൽ ഫഖർ. ഓക്കെ, പിന്നെ പാട്ട് പാടാം. അലമിനെ കുറിച്ചുള്ള പാട്ട് അല്ലേ. അലമി അലമി എന്റെ കൊടി എന്റെ കൊടി അലമുൽ ഹിന്ദ് ഇന്ത്യയുടെ കൊടി. കേട്ടോ, ഇങ്ങനെ പാടുന്നു. അലമുൽ ഫറഹ് അലമുൽ മറഹ് അലമി അലമി അലമുൽ ബലദ്. പാടി പാടി പഠിക്കണം കേട്ടോ. നമുക്ക് എന്താ ഇതിൽ പറയുന്നത് മനസ്സിലായി മക്കൾക്ക്? എന്റെ കൊടിയാണ്, ഇത് ഇന്ത്യയുടെ കൊടിയാണ്. അലമുൽ ഫറഹ് ഹാപ്പി കൊടി, അലമുൽ മറഹ് സന്തോഷവും ആനന്ദവും അല്ലേ. അലമി അലമി അലമുൽ ബലദ് നാടിന്റെ കൊടിയാണ്. അലമുൽ വഅദി അലമുൽ സഅദ് അല്ലെ, സന്തോഷത്തിന്റെയും വഅദ് വാഗ്ദാനം കേട്ടോ. അലമി അലമി അലമുൽ വതൻ നാടിന്റെ കൊടിയാണ്. അലമുൽ ഫൗസ് വിജയത്തിന്റെ കൊടിയാണ്. അലമുൽ ഫഖർ അഭിമാനത്തിന്റെ കൊടിയാണ് നമ്മുടെ കൊടി അല്ലേ. അല്ലേ, നിങ്ങൾ ആരെങ്കിലും കൊടി വരച്ചിട്ടുണ്ടോ? ഹുനാക വലതുൻ യർസുമു യർസുമു അലമൽ ഹിന്ദ് ഇന്ത്യയുടെ കൊടി വരയ്ക്കുകയാണ് അല്ലേ. ഹുനാക ബഅദുൽ അൽവാൻ ഈ കൊടിയിൽ കുറെ നിറങ്ങളുണ്ടല്ലോ. അയ്യു ലൗനിൻ ഹാദാ ആ നിറങ്ങളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ മക്കളെ. അയ്യു ലൗനിൻ ഫഹാദാ സഅഫറാനി. മദാ സഅഫറാനി? സഅഫറാനി എന്ന് പറഞ്ഞാൽ കുങ്കുമം അല്ലെങ്കിൽ ഓറഞ്ച് അല്ല അല്ലേ, ഇത് കുങ്കുമ നിറം അല്ലെങ്കിൽ കാവി നിറമാണ് അല്ലെ. സുമ്മ സിമ്മ അയ്യു ലൗനിൻ അബിയൽ അല്ലേ, വെള്ള. സുമ്മ അയ്യു ലൗൻ അഖ്ലർ പച്ച. അപ്പോ ഈ നിറങ്ങൾ വെച്ചിട്ട് മക്കൾ ഒരു കൊടി വരയ്ക്കണം. കൊടി വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? കൊടി വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? നമുക്കൊരു കൊടി തയ്യാറാക്കാം. കൊടി തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാ സാധനങ്ങള്? കണ്ടോ, കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ കൊടി വരയ്ക്കാൻ നമുക്ക് ഏതൊക്കെ സാധനങ്ങൾ വേണം? ഏതൊക്കെ സാധനങ്ങൾ വേണം നമുക്കൊന്ന് നോക്കാം അല്ലേ. ഏതൊക്കെ വേണം? അയ്യു ലൗൻ സുമ്മ ആദ്യം ഏതാ കിടക്കണം ഇവിടെ? കലം. കലം മാതാ? കലം പേനയാണ് അല്ലേ. പേന വേണോ? പേന വേണോ? വേണ്ടി വരുന്നില്ല, ചിലപ്പോ വേണ്ടി വരും. അപ്പൊ പേന നമുക്ക് ആവശ്യമുണ്ട്. സുമ്മ ഇവിടെ ഏതോ ഒരു നിറം ഒരു എന്താണ് എന്തുണ്ട്? മഷിക്കുപ്പിയുണ്ട് അല്ലേ. അയ്യു ലൗനിൻ ഒരു നിറമുള്ള കളറിന്റെ കുപ്പിയുണ്ട്. അഖ്ളർ ഈ നിറം വേണ്ടേ? വേണം. പിന്നെ ഒരു നിറവും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാ നിറം? സഅഫറാനി ഈ നിറവും വേണം അല്ലെ. കലം വേണം, അഖ്ളർ വേണം, സഅഫറാനി വേണം. പിന്നെ ഏതാ നിറം ഇവിടെ കൊടുത്തിട്ടുള്ളത്? അസ്റഖാണ്. അസ്റഖ് ഈ നീല നിറം വേണോ? വേണ്ട അല്ലേ. നീല നിറമുള്ള നമുക്ക് എന്താണ് അലമുൽ ഹിന്ദ് വരയ്ക്കാൻ നീല നിറം വേണ്ടല്ലോ, അപ്പൊ അത് വേണ്ട അല്ലേ. അപ്പൊ ഏതൊക്കെ നമ്മൾ ടിക്കറ്റ് ഇപ്പോ? ഇത് 3. ഇനിയും ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. ഇവിടെ ഒരു ചുവന്ന കുപ്പി മഷിയും ഉണ്ട്. കളറിന്റെ കുപ്പി അത് വേണോ? അതും വേണ്ട അല്ലേ. അപ്പൊ ഇതും വേണ്ട, ഇത് നമുക്ക് വേണ്ട അല്ലേ. പിന്നെ എന്താ ഉള്ളത്? മാഹാദ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലോ. മിസ്റ്റർ മാതാ മിസ്റ്റർ. മിസ്റ്റർ എന്താ മക്കളെ? മിസ്റ്റർ സ്കെയിൽ അല്ലേ. സ്കെയിൽ വേണം. സ്കെയിൽ വേണ്ടേ? ഇങ്ങനെ ശരിക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് വേണം. പിന്നെ മിഖസ് അല്ലേ. സിസർ. സിസർ എന്ന് പറഞ്ഞാൽ കത്രിക വേണം. രീഷ ബ്രഷ് വേണം. കളർ കൊടുക്കാൻ ബ്രഷ് വേണ്ടേ? വേണം. സുമ അൽ വറക്ക വേണ്ടേ? വറക്കയും വേണം അല്ലേ. വറക്ക വേണം. പേപ്പർ വേണ്ട. പേപ്പറിലല്ലേ, പേപ്പർ വെച്ചല്ലേ ചെയ്യുന്നത്. പേപ്പർ വേണമെങ്കിൽ വെള്ള പേപ്പർ വേണം അല്ലേ. ഈ നിറത്തിലെ വെള്ള പേപ്പറിലാണ് നമുക്ക് ഇത് വരയ്ക്കാൻ കഴിയുള്ളൂ. പിന്നെയോ മിംഹാത്ത് ഇറേസർ. നമ്മൾ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോവും, അപ്പൊ നമുക്ക് ഇറേസർ വേണം അല്ലേ. പിന്നെ എന്താണ്? പശ വേണം. പശയും വേണം അല്ലേ, അത് ഒട്ടിക്കണമെങ്കിൽ വേണം. കലമുറസാസ് പെൻസിൽ അല്ലേ, പെൻസിലും വേണം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിൽ വേണ്ടത് ഈ 2 നിറം വേണ്ടാത്തുള്ളൂ, ബാക്കിയൊക്കെ വേണം. ഈ അഹ്മറും അസ്റഖും അല്ലാത്ത എല്ലാം വേണ്ടേ?
അത് വെച്ചിട്ട് നല്ല ഒരു അലമുൽ ഹിന്ദ് വരച്ച് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം മക്കൾ. ചെയ്യോ കേട്ടോ. അപ്പൊ അലമുൽ ഹിന്ദ് വരയ്ക്കുക. അപ്പൊ വേണ്ട സാധനങ്ങള് ആ സാധനങ്ങൾ ഇവിടെ എഴുതി കൊടുക്കണം. സാറ് കാണിച്ചത് ഏതൊക്കെ? ഈ അഹ്മറും അസറൊക്കെ ഒഴിച്ചുള്ള ബാക്കിയെല്ലാം ഇവിടെ എഴുതണം കേട്ടോ. എഴുതില്ലേ? മാഷാ അല്ലാഹ്. ഇനി നമുക്ക് താഴേക്ക് വരുമ്പോ കുറച്ച് വാക്കുകളുണ്ട്, നമുക്ക് വായിക്കാം. വായിക്കാം. ഇതിൽ അക്ഷരം പഠിച്ചതാണല്ലേ റെഡ് ഉള്ളത്. വാ അല്ലേ? വായിക്കാം നമുക്ക്. എന്താ വായിക്കത്? വലതുൻ, വലതുൻ അല്ലേ? വാ ഇവിടെ തുടക്കത്തിൽ വന്നിരിക്കും അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതണം. എങ്ങനെ? ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലത് എഴുതുന്ന വാ എഴുതുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. വാ അല്ലേ? പിന്നെ അടുത്തതോ? അടുത്തത് ഏതാ? ഇടയിൽ വന്നു അല്ലേ? വാ വാ ചേർന്നിരിക്കണം. അപ്പൊ മാവൂസ്, മാവൂസുൻ, മാവൂസുൻ അവസാനത്തിൽ ഇടയിൽ ചേർന്നിരിക്കുന്നു. ഇടയിൽ വരുമ്പോ എങ്ങനെ എഴുതണം? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? അപ്പൊ ഈ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണം. അവിടെ വരയ്ക്കാം. ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. മൗസുൻ, മൗസുൻ. ഓക്കെ. ഇനി അവസാനത്തിലാകുമ്പോഴോ? അവസാനത്തിലാകുമ്പോഴോ ദേ അപ്പോഴും ചേർന്നായിരിക്കും അല്ലേ? ചേർന്ന് മവ് അല്ല ദൽവുൻ. എന്താണ്? ദൽവുൻ. വാ, വായുടെ വാ ഇടയിലും അവസാനത്തിലും എന്താണ് ആദ്യത്തിലും വരുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞത്. സാർ ഒരു വീഡിയോ കൂടി കാണിക്കാം. എന്തായിക്കോട്ടെ മകളെ. في أول الكلمة مثل وردة. في وسط الكلمة ഇടയിൽ വരുന്നുണ്ട. مثل خوخ. في آخر الكلمة متصل مثل دلو. في آخر الكلمة منفصل مثل جرو. ഇതാണ്. അപ്പൊ ഇതില് നാല് രീതിക്കാണ്. ഇത് ആദ്യത്തിൽ ഒറ്റയ്ക്ക് കിടക്കണ്ട അല്ലേ? പിന്നെ ഇത് ഇടയിൽ ഇങ്ങനെ ചേർന്ന് വെക്കണം. ഇത് അവസാനത്തിൽ ചേർന്ന് വെക്കണം. ഇത് ആരെയും മുട്ടാതെ അവസാനത്തിൽ കിടക്കും. നാല് രീതിയിലും മക്കൾ വാ എഴുതാൻ പഠിക്കണം. ഓക്കെ. അതാണ് അതില് മക്കൾക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നമുക്ക് ആ വാക്കുകൾ എഴുതാം. എങ്ങനെ എഴുതണം? വക്റുൻ അല്ലേ? ഇവിടെ എഴുതുന്ന കണ്ടില്ലേ? വാ വാ കായോട് മുട്ടാതെ ഒറ്റയ്ക്ക് കിടക്കുന്നു അല്ലേ? വക്റുൻ. പിന്നെയോ ഖാവുസുൻ, ഖാവുസുൻ. വാ ചേർന്ന് കിടക്കണം. കണ്ടില്ലേ? ചേർന്ന് കിടക്കുന്നത് അല്ല അത്. പിന്നെയോ ദൽവുൻ, ദൽവുൻ. അവസാനത്തിൽ വാ ചേർന്ന് കിടക്കും. ഓക്കെ. അപ്പൊ എത്രയാണ് ഇതിൽ പാഠഭാഗത്തിലുള്ളത്? ഇനി നമ്മുടെ മക്കളുടെ 39ാമത് ആക്ടിവിറ്റി ബുക്കിൽ 39ാമത്തെ പേജിൽ ഇവിടെ ഒരു ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന് നിറം കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ എഴുതണം അലമുൽ ഹിന്ദ്. പിന്നെ ഇതിൽ കളർ കൊടുത്തിട്ട് ഇവിടെ നിറങ്ങളുടെ പേര് എഴുതണം. നമ്മൾ ജഅഫറാനി, അഖ്ദർ, അബിയൽ എന്നൊക്കെ പറഞ്ഞില്ലേ? ആ നിറം കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ വാ എഴുതണം. വജ്ഹുൻ, ലൗനുൻ, ജർവുൻ. ഓക്കെ. അതുപോലെ നിന്ന് എഴുതണം വിസാദത്ത്. ഇവിടെ താഴെ നിന്ന് മുകളിലായിട്ടാണ് വാ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അല്ലേ? ദൽവ്, ഫർവുൻ കേട്ടോ. ഈ 3 വാക്കുകളും എഴുതാം. ഇത്രയാണ് സാർ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗം പഠിക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.